മലപ്പുറം നഗരസഭയിലെ തെരുവുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ അത് കത്തിക്കാൻ ആവശ്യമായ ഒരു സമീപനം നഗരസഭയുടെ ഭരണാധികാരിയുടെ ഭാഗത്ത് ഇല്ല എന്ന യാഥാർത്ഥ്യം വലിയ രൂപത്തിലേക്ക് പ്രതിഷേധത്തിന് ജനങ്ങളുടെയും അതേപോലെ തന്നെ യുവജനങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിന് ഇടവരുത്തിയാണ്. ഈ വിഷയം വന്ന സമയത്ത് പല പ്രാവശ്യം ഈ വിഷയങ്ങൾ നമ്മൾ കൗൺസിൽ യോഗങ്ങളിൽ സൂചിപ്പിച്ചതാണ്. കൃത്യമായിക്കൊണ്ട് നഗരസഭ അതിന് ഫണ്ട് മാറ്റിവെക്കുന്നു, കൃത്യമായിക്കൊണ്ട് എല്ലാ വർഷവും ലൈറ്റുകൾ വാങ്ങുന്നു, പക്ഷേ വാങ്ങിയ ലൈറ്റുകൾ കത്തുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ 2024 മാർച്ച് മാസത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ഫണ്ട് നീക്കി വെക്കേണ്ടതാണ്. മാസങ്ങളായി പ്രവർത്തനരഹിതമായ സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക, സ്ട്രീറ്റ് ലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പരാതി രജിസ്റ്റർ സംവിധാനം ഏർപ്പെടുത്തുക, സ്ട്രീറ്റ് ലൈറ്റിന്റെ മറവിൽ കമ്മീഷൻ അടിച്ചുമാറ്റാനുള്ള മുനിസിപ്പൽ അധികൃതരുടെ നടപടി ഉപേക്ഷിക്കുക, സ്ട്രീറ്റ് ലൈറ്റിന്റെ മെയിൻ്റനൻസ് കരാർ വ്യവസ്ഥകൾ കർശനമാക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ സമരം പ്രഖ്യാപിച്ചത്. 9 മാസക്കാലമായി തെരുവുവിളക്കുകൾ കത്താതെ കാൽനട യാത്രക്കാരും മറ്റും ബുദ്ധിമുട്ടിലാണ്. പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മലപ്പുറം മുനിസിപ്പൽ കൺവീനർ ശരത് സ്വാഗതം പറഞ്ഞു. മലപ്പുറം ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം KP ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ മലപ്പുറം ബ്ലോക്ക് സെക്രട്ടറി CK വിജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം ഹരികൃഷ്ണപാൽ, ബ്ലോക്ക് കമ്മിറ്റി അംഗവും വാർഡ് കൗൺസിലർമാരായ C ഷിജു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം EK സൽമാൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman, Bahrain.